പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ പോലും അറൗണ്ട് $2,000 അടുത്താണ് നമ്മളിത് ഒരു ലോ കൺവെക്ഷൻ ട്രേഡ് എടുത്തിട്ട് അത് ലോജിക്കൽ എക്സിറ്റിൽ ഇറങ്ങി കിട്ടുന്നത്. പക്ഷേ അത് ബെസ്റ്റ് പോസിബിൾ റിസൾട്ടിലേക്ക് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ $4,000 അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ മാസം. ഹലോ ട്രേഡേഴ്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ട്രേഡിംഗ് സിസ്റ്റം ട്രേഡിംഗ് വ്യൂവിൻ്റെ ഇൻഡിക്കേറ്റർ മോഡലിൽ ബിൽഡ് ചെയ്തതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേരിയസ് ടെക്നിക്കൽ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു എൻട്രി സോൺ പറഞ്ഞു തരികയും അതിലൊരു ലോജിക്കൽ എക്സിറ്റ് സോൺ കാണിച്ചു തരികയും ബെസ്റ്റ് പോസിബിൾ എക്സിറ്റ് സോൺ കാണിച്ചു തരികയും ചെയ്യുന്ന ട്രേഡാണിത്. ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമുക്ക് എത്രയാണ് ഈ ഒരു റിസ്ക് പെർസെൻറ്റേജ് എന്നുള്ളതനുസരിച്ച് ഇവിടെ ലോട്ട് സൈസ് ഓരോ പെയറിനും എത്ര വരും എന്നുള്ളതൊക്കെ കാണിച്ചു തരും. മറ്റ് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കാണുക ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ലോജിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം കഴിഞ്ഞ ഒരു മാസം നമ്മൾ USDയിൽ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ റിസൾട്ട് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണിത് നമ്മൾ നോക്കാൻ പോകുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഇത് റീപ്ലേ മോഡിലിട്ടിട്ട് റീപ്ലേ മോഡിലും ഈ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും. അപ്പോൾ റീപ്ലേ മോഡിലിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ലോജിക്കൽ എൻട്രി സോണിലേക്ക് വരുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ലോജിക്കൽ എക്സിറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട്, ബെസ്റ്റ് പോസിബിൾ എക്സിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ എങ്ങനെയാണ് റിസൾട്ട്, ഇവിടുത്തെ ഈ ഒരു കോൺഫിഡൻസ് ട്രേഡ് കോൺഫിഡൻസ് കാണിക്കുന്ന മെഷേഴ്സൊക്കെ ഹൈ കോൺഫിഡൻസിലുള്ള സമയത്ത് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ലോജിക്കൽ എക്സിറ്റിൽ ഇറങ്ങിയാൽ എങ്ങനെയാണ്, ബെസ്റ്റ് പോസിബിൾ എക്സിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ എങ്ങനെയാണ്, അല്ല ഇതൊരു ആവറേജ് ട്രേഡ് സെറ്റപ്പ് ആണെങ്കിൽ കൂടി നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് മെത്തേഡിൽ ഇറങ്ങി കഴിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1 മന്ത് ഡേറ്റയാണ് നമ്മൾ USDയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ബാലൻസ് $10,000 ആണ്. ഒരു ട്രേഡിൽ 1% ആണ് നമ്മൾ റിസ്ക് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് $100. Forex ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ SL പോകാമെന്ന് പറഞ്ഞാൽ അത് $100 ആണ് SL പോകുന്നത് 1%. ബാക്കി നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രേഡ് എവിടെയാണ് കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതിപ്പോൾ 15 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. ഈ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് റീട്രേസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മളിത് 5 മിനിറ്റ്സിലേക്ക് ഇട്ടിട്ട് ഒരു റിജക്ഷൻ ക്യാൻഡിലോ ഒരു ബുള്ളിഷ് എന്തെങ്കിലും നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ എൻട്രി ചെയ്യുക. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റി എൻട്രി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു മാസത്തെ ഫുള്ള് നോക്കാനാണ് ഉദ്ദേശം. ഏപ്രിൽ മാസത്തിൽ മൊത്തം നമ്മളിത് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു നമ്മുടെ അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എവിടെയാണ് നമുക്ക് ഫസ്റ്റ് ട്രേഡ് കിട്ടാൻ പോകുന്നതെന്ന്. പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ റീട്രേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഇത് വന്നു കഴിയുമ്പോൾ ഇത് റീട്രേസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കുക. ഇത് നമ്മൾ താഴേന്ന് മുകളിലേക്ക് ഇതിൻ്റെ ഒരു ഗ്യാപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു ട്രേഡ് അല്ല ശരിക്കും. നമുക്ക് ട്രേഡ് ഇത് ഇനി റീട്രേസ് ചെയ്ത് ഇതിൽ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇതൊരു നമ്മുടെ ട്രേഡ് സെറ്റപ്പാണ്. ഇത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ്സിലേക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്ന്. 5 മിനിറ്റ്സിലേക്ക് പോയി ഇപ്പോൾ ഇവിടെ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റേ ട്രേഡ് എടുക്കുന്ന ഈ ടൂൾ വെച്ച് നമുക്ക് ഇതിൻ്റെ മെഷർ ചെയ്യാം ഇത് എത്രയാണ് വരുന്നത്. ഇപ്പോൾ 1:1.5 ഉള്ള ട്രേഡെങ്കിലും ആയിരിക്കണം നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 1:1.66 ഉണ്ട്. നമ്മുടെ TP1 TP2 എന്ന് പറയുന്നത് അറൗണ്ട് 1:3 3.2 ഉണ്ട്. പക്ഷേ 1:3 വയ്ക്കാം നമുക്ക്. ഞാനത് ലോഗ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് അവസാനം ഇത് വന്നിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വന്നേക്കണേന്ന്. ഇത് അറൗണ്ട് 11:35 ആണ് വന്നിരിക്കുന്നത്. 1 ഏപ്രിൽ 11:35 ഈ ഒരു ട്രേഡ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പാണ്. നമ്മൾ 1.5 ലോട്ടാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 1.5 ലോട്ടിൻ്റെ ആണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് $100 ആയിരിക്കും. ഇത് ഓൾമോസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മെഷർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റ് ട്രേഡിലാണ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് പ്ലേ ഓഫ് ചെയ്ത് വിടാം എന്നേ ഉള്ളൂ. ഇത് പ്ലേ ചെയ്യാൻ പോകുന്നത് ഇതെന്താണ് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഫസ്റ്റ് TP കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് TP നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോത്ത് TPs ഹിറ്റ്. ഞാനത് ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡ് കഴിഞ്ഞു. നമുക്കിനി അടുത്ത ട്രേഡ് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് റീട്രേസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വീണ്ടും ട്രേഡ് നമ്മൾ എടുക്കും. ഇത്
ഇതിൻ്റെ ഈ സാധനം ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ മാറും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി ATR റേഞ്ച് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഡയമെൻഷൻസ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റേഞ്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി മാർക്കറ്റിൻ്റെ റേഞ്ചിനനുസരിച്ച് തന്നെ ആയിരിക്കും ഇത് ബിഹേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓവറായിട്ട് മുകളിൽ കൊണ്ടുവന്ന് എക്സിറ്റ് വയ്ക്കുകയോ സ്റ്റോപ്പ് ലോസൊക്കെ അതിനനുസരിച്ചൊക്കെ കൺട്രോൾഡ് ആയിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ എൻട്രി സോണിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ്. ഇതിപ്പോൾ ഇത് 5 മിനിറ്റ്സിലാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി കിട്ടുമെന്ന് നോക്കാം. എന്തായാലും നമുക്കിവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന പോലെ ലോങ് തന്നെയാണ് വരുന്നത്. ഇതൊരു ലോ കോൺഫിഡൻസ് ട്രേഡാണ്. 1.65ഉം 3.3ഉമാണ് നമ്മുടെ ടാർഗറ്റ് രണ്ടും വരുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഓർഡർ എടുത്തിട്ട് വേണം പോകാൻ. നമുക്ക് നോക്കാം അത്. ഓക്കെ, നമ്മുടെ ഓർഡർ ടാപ്പ് ചെയ്തിട്ട് കയറി പോവാണ്. ഫസ്റ്റ് TP ഹിറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ഈ ഒരു സോണിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ നമുക്ക് ഇത് സെക്കൻഡ് TPയിലേക്ക് പോകാൻ നോക്കാം. പക്ഷെ നമ്മുടെ ട്രേഡ് ഇപ്പോഴും വീണ്ടും നമുക്ക് നമ്മുടെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇത് എൻട്രി ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളെന്തായാലും ആ ട്രേഡിലാണ്. നമുക്കിത് സെക്കൻഡിലേക്ക് പോകാൻ നോക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇത് ഏതായാലും ഒരു ട്രേഡിൽ എൻട്രി ചെയ്ത് ഫസ്റ്റ് TP ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. സെക്കൻഡ് TP നമ്മുടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലോഗ് ചെയ്യാം. ആ ഒരു ട്രേഡ് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വീണ്ടും ഇവിടെ നമ്മുടെ ആ ഒരു ഏരിയയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം വോളറ്റാലിറ്റി അലേർട്ട് ഒരു ഓറഞ്ച് വന്നിട്ടുണ്ട്. അത് ആ സമയത്ത് വോളറ്റാലിറ്റി കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് വന്നിരിക്കുന്നത്. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ടൈമിങ്ങിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം. ഇപ്പോൾ നമ്മൾ 1-ാം തീയതി അറൗണ്ട് ഈവനിങ് ആയി നമുക്ക് 2 ട്രേഡ് കിട്ടി. 2 TP അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഏരിയയിലേക്ക് റീട്രേസ് ചെയ്ത് വന്നാൽ മാത്രമാണ് നമ്മൾ ട്രേഡ് എടുക്കുള്ളൂ. അതിന് മുമ്പ് നമ്മൾ ട്രേഡ് എടുക്കില്ല. ഓക്കെ, 1-ാം തീയതി നമുക്കൊരു ഈ ഒരു സമയത്തൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട് 23.35. നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കില്ല. കാര്യം നമ്മൾ ഓവർനൈറ്റ് റിസ്ക് നമ്മൾ റിയൽ അക്കൗണ്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ SL സ്കിപ്പ് ചെയ്ത് പോയിട്ട് അക്കൗണ്ട് ബ്ലോ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഓവർനൈറ്റ് ഹോൾഡിങ്ങിലുള്ള ട്രേഡ് എടുക്കില്ല. ഇതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇന്ന് ഇപ്പോൾ 11:35 ആയി. ഇനിയിപ്പം അത് TPയിലേക്കൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ തന്നെയല്ല രാത്രി നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്പ്രെഡ് ഇത് ഭയങ്കരമായിട്ട് വലുതായി ഗ്യാപ്പ് കൂടി വരും. അപ്പോൾ അത് അങ്ങനെയും നമുക്ക് SL ഒക്കെ ഹിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് ഒഴിവാക്കി കളയാം. ഓക്കെ, നമ്മളിങ്ങനെ താഴേന്ന് മുകളിലേക്ക് ഈ ഒരു ഏരിയയിലേക്ക് കയറി ചെല്ലുന്ന ഒരു ട്രേഡാണെങ്കിൽ ലോങ് ആണെങ്കിൽ അത് എടുക്കില്ല. കാര്യം നമ്മൾ റീട്രേസ്മെൻറ്റിലാണ് ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊരിക്കലും ഈ ഒരു ഡയറക്ഷനിൽ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ വരുന്നത് മോസ്റ്റ്ലി ആ ട്രേഡിൻ്റെ ഡയറക്ഷൻ ഫ്ലിപ്പ് ആവാനുള്ള സമയത്താണ് ഇത്തരത്തിൽ വരുന്നത്. ഇവിടെ കാര്യം എന്തൊക്കെ കാണിച്ചാൽ ഇത് ഞാൻ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സാധനത്തിൽ. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിലൂടെ എന്തെങ്കിലും നമുക്കൊരു ഇൻഡിക്കേഷൻ തരാനായിട്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് വിഷ്വലി തന്നെ മനസ്സിലാകും. ഇത് മോസ്റ്റ്ലി ഇത് ട്രെൻഡ് ഫ്ലിപ്പ് ചെയ്യാൻ നേരത്താണ് ഇങ്ങനെ ഉള്ള ഒരു പൊസിഷനിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ട്രെൻഡ് ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഷോർട്ട് ട്രേഡ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ചെയ്താൽ മുകളിലേക്ക് കയറിപ്പോയാൽ പിന്നെ നമുക്ക് റീട്രേസ്മെൻറ്റിൽ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ട്രേഡിൻ്റെ ഏരിയാസ് നമുക്ക് മാറ്റി അത് റീകാൽക്കുലേറ്റ് ചെയ്ത് തരും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഷോർട്ട് സൈഡിലേക്കുള്ള എൻട്രി വന്നിട്ടുണ്ട്. തിരിച്ച് റീട്രേസ് ചെയ്ത് നമ്മുടെ ഏരിയയിലേക്ക് ഇല്ലാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിടുന്നുണ്ട് ഞാനിത്. സമയം എങ്ങനെയെങ്കിലും അധികം സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്കിത് ചെയ്യാമെന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് മൊത്തം റെക്കോർഡ് ചെയ്യുന്നില്ല. എന്തായാലും ഒരു മാസത്തെ ഫുള്ള് നമുക്ക് റെക്കോർഡ് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ലെങ്തി പ്രോസസ് ആയിരിക്കും. ഞാനൊരു 4-5 ട്രേഡ് കാണിച്ചതിന് ശേഷം ഞാൻ പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്ത് തരാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ഒരു ഏരിയയിൽ വീണ്ടും ഒരു ഷോർട്ട് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഹൈ കോൺഫിഡൻസ് ട്രേഡാണ്. നമുക്കതെങ്ങനെയാണ് പ്ലേ ഓഫ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഷോർട്ട് സൈഡിലേക്കുള്ള ഇതിൻ്റെ റിസ്ക് റിവാർഡ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുത്താൽ മതി ട്രേഡ്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് ഇത് 5 മിനിറ്റ്സിലാണ് ഇത് റൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഈ മെഷർമെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്നത് 15 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു കാണിക്കുന്ന വാല്യൂസൊക്കെ 15 മിനിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിനായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ ഇട്ടിരുന്ന് കഴിഞ്ഞാലും 15 മിനിറ്റ്സിൽ ഈ ഒരു 15 മിനിറ്റ്സിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് TPയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1:7 ആണ്. സെക്കൻഡ് TPയിലേക്ക് പോകുകയാണെങ്കിൽ അത് 3.5 വരെ വരും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം.
നമ്മുടെ പ്രൈസിലേക്ക് പോയിട്ട് അവിടുന്ന് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനി ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ശരിക്കും ഇവിടെ മൊത്തത്തിലുള്ള മാർക്കറ്റ് റേഞ്ചിലേക്ക് പോയി. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കംപ്രസ്ഡ് ആയിട്ട് വേറൊരു എൻട്രി സെറ്റപ്പ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്തായാലും നമ്മൾ ഓൾറെഡി ഒരു ട്രേഡിൽ എൻട്രി ആയതുകൊണ്ട് നമുക്കിനി അതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് തന്നെ ആയിട്ട് മുമ്പോട്ട് പോവാം. അതങ്ങനെ തന്നെ പോവാണ്. അത് രാത്രിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് ഇറങ്ങി പോവാം. കാര്യം ഓവർനൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള പ്രവണതയാണ്. അപ്പോൾ നമുക്ക് എൻട്രി കിട്ടിയത് രാത്രി ഒരു 8:30 ആ സമയത്താണ്. നമുക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ബട്ട് സ്റ്റിൽ നമ്മൾ ഫോർ ദ സേക്ക് ഓഫ് ബാക്ക് ടെസ്റ്റിംഗ് നമുക്കത് കൺസിഡർ ചെയ്യാം ആ ട്രേഡ്. പക്ഷേ നമുക്കിത് രാത്രി 12 മണിക്ക് ഇത് എക്സിറ്റ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. നമ്മൾ വെറുതെ ചിലപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്ത് TP ഹിറ്റ് ചെയ്യുമായിരിക്കും, പക്ഷേ സ്റ്റിൽ നമുക്ക് ഇവിടെ ഇറങ്ങുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. അതർവൈസ് നമുക്ക് അത് റിയലിസ്റ്റിക് ആയിരിക്കില്ല ഒരിക്കലും. അത് ചില ദിവസങ്ങളിൽ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും ഓവർനൈറ്റ് അങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു 1:08 എന്നുള്ള രീതിയിൽ ഇത് ക്ലോസ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്തിട്ട് അടുത്ത ട്രേഡിലേക്ക് പോകാം. ഇനി അടുത്ത എൻട്രി നമുക്ക് എൻട്രി ഏരിയ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് നെക്സ്റ്റ് ഡേ ആണ്, 3rd ആണ്, April 3rd. April 3rd നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും ഷോർട്ട് ചെയ്യും. ഇവിടുന്ന് ആ ഒരു എൻട്രി നമുക്ക് കിട്ടിയില്ല. ഈ ഒരു ഏരിയ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം, പക്ഷേ അവിടെ നമുക്ക് റിസ്ക് കുറച്ച് കൂടുതലായിരിക്കും, RR കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ എൻട്രി ചെയ്യാത്തത്. ഇത് ശരിക്കും നമ്മൾ അലേർട്ടായിരിക്കേണ്ട ഒരു ഏരിയ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് അലേർട്ട് ആയിട്ട് പിന്നെ അത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ട്രേഡ് നമുക്ക് കിട്ടിയില്ല. നമുക്ക് നോക്കാം അടുത്ത ട്രേഡ് എപ്പോഴാണ് വരുന്നതെന്ന്. അടുത്ത ട്രേഡ് ഉള്ള ഒരു ഏരിയയിലേക്ക് വന്നു. ഇതൊരു ലോ കോൺഫിഡൻസ് ട്രേഡാണ്. നമുക്കൊരു ആവറേജ് സെറ്റപ്പിലുള്ള ട്രേഡാണ്. ഇവിടെ നമ്മൾ 5 മിനിറ്റ്സിൽ ഒരു റിജക്ഷൻ വരുമ്പോഴാണ് എൻട്രി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടുമെന്ന് നോക്കാം. ഷോർട്ട് സൈഡ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ എക്സിറ്റ് എന്ന് പറയുന്നത് 2.3 ആണ് റിസ്ക് റിവാർഡ് വരുന്നത്. ബെസ്റ്റ് എക്സിറ്റ് എന്ന് പറയുന്നത് 4.8 ആണ്. ഓക്കെ, നമുക്കിത് എങ്ങനെയാണിത് പ്ലേ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു SL ഹിറ്റായിരുന്നു ട്രേഡ്. നമുക്ക് $100 ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ട്രേഡ് എവിടെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഈ ഒരു ഫോളിൽ നമ്മൾ എന്തായാലും ട്രേഡ് നമുക്ക് കിട്ടില്ല. കാര്യം 5 മിനിറ്റ്സിൽ തന്നെ ഒറ്റ ക്യാൻഡിൽ തന്നെ പോയി. അപ്പോൾ നമുക്ക് അവിടെ വേറെ റിജക്ഷനോ കാര്യമൊന്നും കിട്ടുമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഏരിയയിലേക്ക് വന്നിട്ടൊരു 5 മിനിറ്റ്സിൽ റിജക്ഷൻ കാണുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ അതിനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ പിന്നെ അവിടെ നമുക്ക് എൻട്രി ചെയ്യേണ്ട ലോജിക്കൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ട്രേഡ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. മിക്കവാറും ഇപ്പോൾ ഇത് ഫ്ലിപ്പ് ആവാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതിൽ ഇനി നമുക്ക് എങ്ങോട്ടാണ് ചെല്ലുന്നതെന്ന് നോക്കാം. അത് നമുക്കങ്ങനെ എൻട്രി കിട്ടുമൊന്നുമില്ല. ആ ഒരു പിന്നെ രാത്രിയാണ്. രാത്രി 1 o'clock 2 o'clock നമ്മൾ ആ സമയത്ത് മാർക്കറ്റിൽ അവൈലബിളും അല്ല. അപ്പം നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അങ്ങോട്ട് ചെന്ന് നമുക്ക് അവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയാൽ നമുക്ക് എന്തായാലും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. നമുക്കിവിടെ ഒരു 5 മിനിറ്റ്സിലൊരു കൊള്ളാവുന്ന റിജക്ഷൻ ക്യാൻഡിലാന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് ഇതൊന്ന് എൻട്രി ചെയ്ത് നോക്കാം. ഷോർട്ട് സൈഡിലേക്കാണ് ഇവിടെ എൻട്രി. SL എപ്പോഴും ഇതിന് കുറച്ച് ഒരു മുകളിൽ വേണം വയ്ക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് TP എന്ന് പറയുന്നത് 1:1.48, 1:1.5. സെക്കൻഡ് TP എന്ന് പറയുന്നത് 1:3. നമുക്കിത് ലോഗ് ചെയ്യാം. SL നമ്മുടെ ഹിറ്റായിട്ടില്ല. നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പിലാണ് SL വെച്ചത്. ഓക്കെ, അത് SL ഹിറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണം. നോക്കാം. അത് നമ്മുടെ SL ഹിറ്റാണ്. നമുക്ക് SL ഹിറ്റായിട്ട് കൺസിഡർ ചെയ്യണം. ഞാൻ എന്തായാലും ഇനിയിപ്പം നോക്കാം. ഞാനിത് ഓവറോൾ ഈ ഒരു മന്തിൽ ഞാനിതിങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അത് ട്രേഡ് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി. ഫസ്റ്റ് ടാർഗറ്റിന് ശേഷം ഇത് തിരിച്ച് റീട്രേസ് ചെയ്ത് വന്നു. അതിനുശേഷം നമ്മുടെ ലോജിക്കലി മൊത്തത്തിൽ ഫ്ലിപ്പായി. അപ്പോൾ ആ ലോജിക്ക് ഫ്ലിപ്പ് ആവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പിന്നെ അത് ആ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ ഹോൾഡ് ചെയ്ത് SLന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. ഇവിടെ നമുക്കിപ്പോൾ കാണിക്കുന്ന ഷോർട്ട് സെറ്റപ്പാണ്. നമ്മൾ ഓൾറെഡി ലോങ്ങിൽ എൻറ്റേർഡ് ആണ്. അപ്പോൾ
അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പിന്നെ നമ്മൾ ആ ട്രേഡ് നമ്മൾ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്ത് കളയുന്നതാണ് നല്ലത്, എപ്പോഴാണോ ഫ്ലിപ്പ് ആവുന്നത് ആ സമയത്ത്. അല്ലെങ്കിൽ തന്നെ ഇത് മിഡ് നൈറ്റ് ആണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ മിഡ് നൈറ്റിൽ ഈ ഒരു പൊസിഷൻ പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടി പി അച്ചീവ്ഡ് ആയിട്ടുള്ളതായിട്ടും സെക്കൻഡ് ടി പിയിലേക്ക് പോകുന്നതിന് മുമ്പ് അത് ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ആവുന്നതായിട്ടുമാണ് ലോഗ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇത് നോക്കാം, പക്ഷെ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തായാലും ഇത് ഫ്ലിപ്പായി, പിന്നെ ഓവർനൈറ്റ് ആണ്, നമ്മളത് അങ്ങനെ റിയൽ വേൾഡിൽ സെനേരിയോയിൽ നമ്മളത് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ബ്രേക്ക് ഈവൻ എക്സിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു പൊസിഷനാണ്, പക്ഷേ ഇത് ഓവർനൈറ്റ് പൊസിഷനാണ്. രാത്രി 12 മണിക്കാണ് ഇത് ഈ ഒരു പൊസിഷനിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓവർനൈറ്റ് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇതെല്ലാം സോർട്ട് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ടുള്ള ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫൈനലി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ വീഡിയോ മൊത്തത്തിൽ ഇങ്ങനെ ഓരോരോ ട്രേഡായിട്ട് ഇങ്ങനെ ചെയ്തു പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇനിയിപ്പം ഇതിൻ്റെ റിസൾട്ടുമായിട്ട് വരാം. ഞാൻ ഇതെല്ലാം ലോഗ് ചെയ്ത് പോയിട്ട് 30 ഡേയ്സിൻ്റെ EURUSDയിൽ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ തന്നെ ഇത് പ്രോഫിറ്റബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു SL കണ്ടാണ്, 1-2 SL കണ്ടാണ് നമ്മൾ പോയത്. 4-5 ട്രേഡ് നമുക്ക് കിട്ടിയിരുന്നു. നമുക്ക് നോക്കാം. ഇത് ഫൈനലി ഇതിൻ്റെ ഒരു കോംപ്രഹെൻസീവ് റിപ്പോർട്ടായിട്ട് ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ കൺക്ലൂഷൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ നമ്മുടെ 1 മന്തിലത്തെ മൊത്തം ബാക്ക് ടെസ്റ്റും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലോഗ് ഞാൻ ഓൾറെഡി എല്ലാം ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ ഡേറ്റയും. ഇത് അറൗണ്ട് ഒരു 3 മണിക്കൂറോളം എനിക്ക് ടൈം എടുത്തു ഇത് ഇത്രയും ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഡേറ്റ എങ്ങനെയാണ്, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിൻ്റെ ലോഗൊക്കെ അനലൈസ് ചെയ്യാനും ലോഗ് ചെയ്യാനും ആയിട്ട് ജെമിനൈ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും മൊബൈലിൽ ജെമിനൈയിലേക്ക് ഇതിൻ്റെ റിസ്ക് റിവാർഡ് എത്ര ടൈം കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം നമുക്കതൊരു PDF ഫോർമാറ്റിലേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ട്രേഡുകളുടെ ലിസ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ചില ട്രേഡുകളൊക്കെ ലോസ് ആണ്. ബാക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഇതിനകത്ത് ലോജിക്കൽ എക്സിറ്റിൽ ഹൈ പ്രോബബിലിറ്റി ട്രേഡ് അല്ലെങ്കിൽ ഹൈ കൺവിക്ഷൻ ട്രേഡ് വരുമ്പോൾ അത് ലോജിക്കൽ എക്സിറ്റിൽ എക്സിറ്റ് ചെയ്യുന്നതായിട്ടും ബെസ്റ്റ് പോസിബിൾ എക്സിറ്റിൽ എക്സിറ്റ് ചെയ്യുന്നതായിട്ട് രണ്ടായിട്ട് ലോഗ് ചെയ്യും. പ്ലസ് നമുക്ക് ലോ പ്രോബബിലിറ്റി ട്രേഡാണ് അല്ലെങ്കിൽ ലോ കൺവിക്ഷൻ ട്രേഡ് ആണെങ്കിൽ, ഇപ്പോൾ ഇതൊരു ലോ കൺവിക്ഷൻ ട്രേഡാണ്, ഡയറക്ഷണൽ റേറ്റിംഗ് കുറവാണ്, ട്രേഡ് വാലിഡിറ്റി മോഡറേറ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ട്രേഡുകൾ ആണെങ്കിലും അതും എൻ്റർ ചെയ്തിട്ട് ലോജിക്കൽ എക്സിറ്റിലും ബെസ്റ്റ് പോസിബിൾ എക്സിറ്റിലും എക്സിറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ ഒന്ന് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ലോ പ്രോബബിലിറ്റി ട്രേഡുകളും കൂടി എടുക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ട്രേഡുകൾ എടുക്കാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു 2 രീതിയിലും നമ്മൾ ലോഗ് ചെയ്തത്. ഇതിനകത്ത് ഈ HCT LCT എന്ന് പറയുന്നത് ഹൈ കൺവിക്ഷൻ ട്രേഡും ലോ കൺവിക്ഷൻ ട്രേഡുമാണ്. അപ്പോൾ ഇത് TP1 TP2 എന്ന് പറയുന്നത്, TP1 എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ലോജിക്കൽ എക്സിറ്റും TP2 എന്ന് പറയുന്നത് ബെസ്റ്റ് പോസിബിൾ എക്സിറ്റും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം TP1 കിട്ടിയത് ഇവിടെ ഉണ്ട്, TP2 കൂടെ അച്ചീവ് ആയതാണെങ്കിൽ അത് ഇവിടെ ഉണ്ട്. നമുക്ക് രണ്ട് ട്രേഡായിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. ആക്ച്വലി നമ്മളിത് ഫൈനലി ഏതെങ്കിലും ഒരു TPയിലാണല്ലോ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഏതിലാണ് ബെസ്റ്റ് റിസൾട്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടും എടുത്തത്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ 140 ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇത് ബ്രേക്ക് ഈവനിൽ ഓവർനൈറ്റ് എക്സിറ്റ് ചെയ്തതാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ. ഇവിടെ 140 നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ അത് SL ഇവിടെ അടുത്ത ടാർഗറ്റിലേക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് പോയിട്ട് SL കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ഡിഫറൻസസും ഉണ്ട്. ഇവിടെ 140 നമുക്ക് ഫസ്റ്റ് TP കിട്ടി, സെക്കൻഡ് TP പക്ഷേ കിട്ടിയിട്ടില്ല, SL പോയി. അപ്പോൾ ഇത് രണ്ട് ട്രേഡായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ പറയുന്ന ഒരുമിച്ച് ലോഗ് ചെയ്തെന്ന് വിചാരിച്ച് അത് ഒരേ ട്രേഡിൽ തന്നെ 2 എക്സിറ്റ് ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു എക്സിറ്റാണ് പോസിബിൾ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ 2 എൻട്രി ഒക്കെ എടുത്തിട്ട് ഒരെണ്ണം ഒരു TPയിലും രണ്ടാമത്തേത് മറ്റേ TPയിലേക്കൊക്കെ വെക്കേണ്ടി വരും. അൾട്ടിമേറ്റ്ലി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് കിട്ടിയേക്കുന്നതെന്ന് നോക്കാം. സോ നമ്മൾ ആ ട്രേഡ് ലിസ്റ്റൊക്കെ നമ്മൾ കാണിച്ചില്ലേ, അതിനെ നമ്മൾ ജെമിനൈയിൽ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ജെമിനൈയിലാണ് ഓൾറെഡി അത് ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ മൊബൈലിലത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് 41 ട്രേഡ്സാണ് ഓവറോൾ ഏപ്രിൽ മാസത്തിൽ കിട്ടിയിരിക്കുന്നത്. പെർ ഡേ ഒരു 2 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ 3 ട്രേഡൊക്കെയാണ് കിട്ടിയത്, പക്ഷേ ചില ദിവസങ്ങളിൽ ട്രേഡ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആവറേജ് ഒരു 2 ട്രേഡ് ഒക്കെ ഒരു ദിവസം ഈ EURUSDയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അക്കൗണ്ട് ബേസ് ലൈൻ 10,000 ആയിരുന്നു, റിസ്ക് $100 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ നോക്കിക്കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജിയിൽ
ഹൈ കൺവിക്ഷൻ ട്രേഡ് വരുന്ന ട്രേഡുകളിൽ ലോജിക്കൽ എക്സിറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 87% ആണ് അതിൻ്റെ വിൻ റേറ്റ്. അപ്പോൾ ആ 87% ഉള്ള പ്രോഫിറ്റ് നോക്കുമ്പോൾ അത് $1,830 ആണ്, വിച്ച് ഇസ് 18% ഓഫ് അവർ ക്യാപിറ്റൽ. അപ്പോൾ ഇതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മാസം നമുക്കൊരു പ്രൊഫോമിൻ്റെ ഒക്കെ അക്കൗണ്ട് ക്ലിയർ ചെയ്ത് കിട്ടിയേനെ. അതായത് 8%ഉം 5% ഒക്കെയാണ് രണ്ട് സ്റ്റെപ്പിൻ്റെ. അപ്പോൾ അതൊരു $800 $500 ഉള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി അതും കഴിഞ്ഞ് ഒരുപാട് മുകളിലാണ്. ഇനി ഈ പറയുന്ന ഹൈ കൺവിക്ഷൻ ട്രേഡിൻ്റെ ബെസ്റ്റ് പോസിബിൾ എക്സിറ്റിൽ ആണ് നമ്മൾ എക്സിറ്റ് കൺസിഡർ ചെയ്തിരുന്നതെങ്കിൽ അത് വിൻ റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാര്യം നമ്മൾ കണ്ടു പല ട്രേഡുകളും ആ ഒരു ലോജിക്കൽ എക്സിറ്റ് പോയിട്ട് തിരിച്ച് SL പോകുന്നത്. അതുകൊണ്ടാണ് വിൻ റേറ്റ് കുറഞ്ഞിട്ടുള്ളത്. പക്ഷേ വിൻ റേറ്റ് കുറയുമ്പോഴും അതിൻ്റെ റിസ്ക് റിവാർഡ് മാർജിനലി കൂടുതലായതുകൊണ്ട്, കാര്യം നമ്മൾ കണ്ടു നമ്മൾ ഈ ലോജിക്കൽ എക്സിറ്റിൽ നോക്കുമ്പോൾ 1.5 1.2 ഒക്കെയാണ് മാക്സിമം TP ലെവൽ വരുന്നത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 1:2.8 3.2 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടോട്ടൽ പ്രോഫിറ്റിൽ കാര്യം വരുമ്പോൾ ഇതിന് കുറേ ഇൻക്രീസ് ഉണ്ട്. പെർസെൻറ്റേജ് റിട്ടേൺ നോക്കുമ്പോൾ 24% എന്നുള്ള രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ലോ കൺവിക്ഷൻ ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ, ലോ കൺവിക്ഷൻ ട്രേഡുകളിൽ ഞാൻ ഉദ്ദേശിച്ചത് വിൻ റേറ്റ് ഒക്കെ കുറവായിരിക്കും എന്നാണ്. പക്ഷേ ഇവിടെ വിൻ റേറ്റ് കൂടുതലാണ് രണ്ടും. കാര്യം ഈ ഹൈ കൺവിക്ഷൻ ട്രേഡുകൾ എല്ലാ ക്രൈറ്റീരിയകളും ഫുൾഫില്ലായിട്ട് വന്നിട്ടെല്ലാം നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇത് കാണിക്കുന്നില്ലേ. അപ്പോൾ ഇത് ഡയറക്ഷണൽ റേറ്റിംഗ് ഹൈ റേറ്റിംഗ് ആയിട്ട്, ട്രേഡ് വാലിഡിറ്റി ഹൈ ആയിട്ട് വന്ന് ആ ഒരു കണ്ടീഷനിൽ വരുന്ന ട്രേഡുകളുടെ എണ്ണം കുറവായിരുന്നു. ഞാനത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ലോ കൺവിക്ഷൻ ട്രേഡുകളുടെ വിൻ റേറ്റ് നമ്പറും ഇതൊക്കെ കൂടി വരാൻ കാരണം. കാര്യം നമ്പർ ഓഫ് ട്രേഡ്സ് ലോ കൺവിക്ഷനിൽ കൂടുതലായിരുന്നു. പക്ഷേ സ്റ്റിൽ അത് പ്രോഫിറ്റബിൾ ആണ്. ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ഹൈ കൺവിക്ഷൻ ട്രേഡുകൾ മാത്രമായിരിക്കും പ്രോഫിറ്റബിൾ ആവുള്ളൂ, ലോ കൺവിക്ഷൻ ട്രേഡ്സ് മോസ്റ്റ്ലി ബ്രേക്ക് ഈവൻ ഒക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഇതും വിൻ റേറ്റ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടുതലാണ്. 76% ആണ് ഇതിൻ്റെ വിൻ റേറ്റ്. അത് വലിയ വിൻ റേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് പോസിബിൾ എക്സിറ്റിലോട്ട് പോകുമ്പോഴും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 72% വിൻ റേറ്റ് ഉണ്ട്. പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ പോലും അറൗണ്ട് $2,000 അടുത്താണ് നമ്മൾ ഇത് ഒരു ലോ കൺവിക്ഷൻ ട്രേഡ് എടുത്തിട്ട് അത് ലോജിക്കൽ എക്സിറ്റിൽ ഇറങ്ങി കിട്ടുന്നത്. പക്ഷേ അത് ബെസ്റ്റ് പോസിബിൾ റിസൾട്ടിലേക്ക് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ $4,000 അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ മാസം. അപ്പോൾ നമ്മൾ എടുത്ത ട്രേഡുകളൊക്കെ രാവിലെ ഒരു 7-7:30 കഴിഞ്ഞിട്ടുള്ള ട്രേഡുകളും രാത്രി 10 മണി കഴിഞ്ഞിട്ടുള്ള ട്രേഡുകൾ കൺസിഡർ ചെയ്യാതെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതായത് മോർണിംഗ് 7:30 മുതൽ രാത്രി 10:30 ഇടയ്ക്ക് കിട്ടുന്ന ട്രേഡുകൾ മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് കമ്പൈൻ ചെയ്യാം. അപ്പം നമ്മൾ ഇങ്ങനെ റിസൾട്ട് നന്നായിട്ട് തന്നെ രണ്ടിലും ഉള്ളപ്പം പിന്നെ നമ്മളതിനെ ഈ ഒരു ഹൈ കൺവിക്ഷൻ ട്രേഡുകൾ മാത്രമായിട്ട് ഇതിനെ നമ്മൾ ചുരുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിത് കമ്പൈൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ അത് ഭയങ്കര വണ്ടർഫുൾ റിസൾട്ടാണ്. എറൗണ്ട് കമ്പൈൻഡ് ആയിട്ട് ലോജിക്കൽ എക്സിറ്റിൽ നമ്മൾ ഇറങ്ങിയെങ്കിൽ 80% ആണ് വിൻ റേറ്റ്. 80% വിൻ റേറ്റ്. ഓൺലി നമ്മൾ ആ ഹൈ കൺവിക്ഷൻ ട്രേഡുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് അറൗണ്ട് 3,770 അടുത്താണ്, വിച്ച് ഇസ് 37% ആണ് അതിൻ്റെ റിട്ടേൺ വരുന്നത്. അതായത് മുമ്പ് നമ്മൾ പറഞ്ഞു നമുക്കൊരു $10,000 പ്രോഫോമിൻ്റെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തേത് ഒരു 8% നമുക്ക് അക്കൗണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്റ്റേജ് ഒരു 5% അക്കൗണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് $1,200 നമുക്ക് അക്കൗണ്ട് $1,200-$1,300 ഓവറോൾ നമുക്ക് അക്കൗണ്ട് കിട്ടും. ബാക്കിയുള്ളത് നമ്മുടെ റിയൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന അക്കൗണ്ടിലാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതാകെ ഒരു മാസത്തെ ഡേറ്റയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഒത്തിരി ബാക്കിലേക്ക് പോയിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മാസത്തിനിടയ്ക്ക് തന്നെ അക്കൗണ്ട് പാസ്സായി അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിൽ ഇത് ലോജിക്കൽ എക്സിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ബെസ്റ്റ് പോസിബിൾ എക്സിറ്റിൽ നമ്മൾ കമ്പൈൻഡ് ആയിട്ടുള്ളത് നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഇതിൻ്റെ വിൻ റേറ്റ് കുറയും. കാര്യം മുമ്പ് നമ്മൾ കണ്ട പോലെ ഫസ്റ്റ് TP തന്നു, സെക്കൻഡ് TPയിലേക്ക് വരുന്നില്ല, അതിന് മുമ്പേ SL പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം 68% ആണ് വിൻ റേറ്റ്. 68% എന്ന് പറയുമ്പം വലിയ വിൻ റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1:2.5 1:3+ ഒക്കെ ആയിരുന്നു ഇതിൻ്റെ റിസ്ക് റിവാർഡ്. അപ്പോൾ എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് നോക്കൂ, $6,450 പ്രോഫിറ്റാണ്. അറൗണ്ട് 64% ആണ് നമുക്ക് അതിനകത്ത് നിന്ന് ഈ കഴിഞ്ഞ ഒറ്റ മാസം കൊണ്ട് ട്രേഡിൽ പ്രോഫിറ്റ്
ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇത് ബാക്ക് ടെസ്റ്റാണ്. ബാക്ക് ടെസ്റ്റിൽ നമ്മളൊരിക്കലും ഇതിൻ്റെ ചാർജസും സ്പ്രെഡും ഒന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് നമ്പർ ഓഫ് ട്രേഡ്സ് വളരെ കുറവാണ്, നമ്മുടെ ക്വാണ്ടിറ്റിയും വളരെ കുറവാണ്. അപ്പം ഈ ചാർജ് വരുന്നത് മോസ്റ്റ്ലി നമ്മൾ എത്ര ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചും എത്ര ട്രേഡ് നമ്മൾ ഉണ്ടെന്നുള്ളതനുസരിച്ചും. അപ്പോൾ ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു $200 എങ്ങാനും ചാർജിൽ പോവായിരിക്കും. അത് ഭയങ്കര കൂടിയൊരു ഇതാണ് ഞാൻ പറയുന്നത്. കാര്യം 42 ട്രേഡ്സിൽ 1 ഒക്കെയാണ് നമ്മുടെ മാക്സിമം, 1.2 ഒക്കെയാണ് നമ്മുടെ മാക്സിമം ലോഡ് സൈസ് വരുന്നത്. ലോഡ് സൈസിനും നമ്പർ ഓഫ് ട്രേഡ്സിനും അനുസരിച്ചാണല്ലോ ഈ ഒരു ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. പോട്ടെ, $400 നമ്മൾ ചാർജ് കൺസിഡർ ചെയ്താൽ പോലും കഴിഞ്ഞ മാസം കുറച്ച് വോളട്ടൈൽ ആയിട്ടുള്ള മാസമായിരുന്നു. അപ്പോൾ ആ മാസത്തിൽ നമുക്ക് ഇതിൽ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് $6,450 പ്രോഫിറ്റ്, 64% ഇത് നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റി. 64% റിട്ടേൺ എന്ന് പറയുമ്പോൾ 10,000 അക്കൗണ്ടിലാണെന്ന് ഓർക്കണം. 10,000 അക്കൗണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഒരു 5,000-6,000 റുപ്പീസേ ആവുന്നുള്ളൂ ഏതൊരു പെർഫോമൻ്റ് ആണെങ്കിലും. സോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഒരു പരിപാടി. ഇതാണ് ഞാൻ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ സിസ്റ്റം കുറച്ച് പേർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാനും ട്രൈ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ലിങ്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് വർക്കൗട്ട് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു വിൻ റേറ്റും കാര്യങ്ങളും ഒക്കെ ഈ ഏപ്രിൽ മാസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് മറ്റേതെങ്കിലും മാസത്തെ ഇതുപോലെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അതും നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡേറ്റിലത്തെ ഒരു പർട്ടിക്കുലർ പീരിയഡിലെ നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും ഒരു വീഡിയോ ഒക്കെ ഇടാം, കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ വേറൊരു കാര്യം, ഇതൊരിക്കലും ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് കഴിഞ്ഞ ഒരു മാസം എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന സ്ട്രാറ്റജിയാണ്. ആക്ച്വലി ഞാൻ കുറേ നാളായിട്ട് ഇത് മാനുവലി മെഷേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിരുന്നു, ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ മാസത്തെ റാൻഡായിട്ട് തന്നെ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇനിയും ഏത് മാസത്തെ വേണമെങ്കിലും എടുത്തിട്ട് നോക്കാവുന്നതാണ്. ഞാൻ 1-2 മാസത്തേത് റാൻഡായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തത് തന്നെ. ഇതിപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു മാസത്തെ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര നേരം ഇരുന്നാലാണിത്, അറൗണ്ട് ഒരു 4 to 5 hours ഇരുന്നാൽ മാത്രമാണ് നമുക്കിത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ ഒരു റിസൾട്ട് അനലൈസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിത് സ്ഥിരമായിട്ട് വീഡിയോ ഉണ്ടാക്കുന്ന ഒരു ചാനലല്ല. നമ്മൾ എന്തെങ്കിലും വാലിഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം ആണ് ഇതിലേക്ക് വന്നൊരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാറ്, നമ്മുടെ സ്ഥിരം പരിപാടിയല്ല. അതുകൊണ്ട് നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഞെക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ വീഡിയോകളുടെ അപ്ഡേഷനൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ഫീഡിന്നത് എക്സിറ്റായി പോകും നമ്മുടെ ചാനൽ. സോ ഇതിന് വേണ്ടിയിട്ട് ഡെയിലി ഇരുന്നിട്ട് ഇതൊക്കെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് ഇടുക, അങ്ങനെ അതിൽ നിന്ന് മോണിറ്റൈസ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഡു ആസ് യു വിഷ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക് യു സോ മച്ച്.